Hi all. In today's class, we are going to discuss what is generally accepted accounting principles. We already discussed the financial statements are prepared based on some accounting principles. അല്ലെ ചില അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, ഗ്യാപ്പ്. സോ അതെന്താണ്, അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So what is generally accepted accounting principles? Accounting principles are the rules, procedures which are universally accepted in the preparation of financial statements, which is commonly called generally accepted accounting principles. Generally accepted accounting principles എന്ന് പറയുന്നത് which are the rules or procedures which are universally accepted. Universally accept ചെയ്തിട്ടുള്ള, അതായത് വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള certain rules അല്ലെങ്കിൽ certain procedures ആണ് ഈ accounting principles എന്ന് പറയുന്നത്, which is used for the preparation of financial statements. Financial statements prepare ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഈ ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സർട്ടൺ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിനെയാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വെറുതെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയില്ല, ആ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ 3 ഹെഡിലായിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് അസംപ്ഷൻസ്. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്നും അല്ലെങ്കിൽ അക്കൗണ്ടിങ് അസംപ്ഷൻസ് എന്നും പറയും. പിന്നെ വരുന്നത് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണ്. തേർഡ് വരുന്നത് മോഡിഫൈങ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മോഡിഫൈഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറയും. സോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ഡിവൈഡഡ് ഇൻ ടു three. One is accounting concepts അല്ലെങ്കിൽ accounting assumptions, then accounting conventions, then accounting modified accounting principles. ഇനി ഇതിൽ ഓരോന്നും ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സുകൾ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് അസംപ്ഷൻസ് എന്നും ഇതിനെ പറയും. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. യു ആൾ already knows that what is business entity concept. എന്താണ് business entity concept? Implies that business unit has a separate entity apart from its owner. So we are treating capital as liability. Also the all activities of the businessman cannot be considered as the activities of the business entity concept important ആയിട്ടുള്ള ഒരു concept ആണ്. നമ്മുടെ all financial accounts prepare ചെയ്യുന്നത് which is mainly based on this concept, which means the business is treated separate from its owner. ബിസിനസ്സും ഓണറും ഡിഫറെൻ്റ് ആണ്. അതായത് ഈ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, ആളെയാണ് നമ്മൾ ഓണർ എന്ന് പറയുന്നത്. അയാളും ബിസിനസ്സും ഒന്നായിട്ടല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ്. അതായത് ബിസിനസ്സിന്റെ ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുക, അല്ലാണ്ട് ഓണറുടെ ഭാഗത്ത് നിന്നുകൊണ്ടല്ല. സോ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലും ഫോർ ദ ബിസിനസ് എന്താണ്, വിച്ച് ഈസ് എ ലയബിലിറ്റി അല്ലെ. ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ്, ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ദാറ്റ് ക്യാപിറ്റൽ ഈസ് ആൾസോ എ ലയബിലിറ്റി ഫോർ ദ business, and also the all activities of the businessman cannot be considered as the activities of the businessman. അതായത് ഓണർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസ് എന്തല്ല ബിസിനസിന്റെ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ബിസിനസിന്റെ ആക്ടിവിറ്റീസിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ഓണർ ബിസിനസ്സിന് ക്യാഷ് പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ അത് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അതായത് ബിസിനസിന്റെ ഓണറും ബിസിനസ്സും രണ്ടും സെപ്പറേറ്റ് ആണ്. അതാണ് ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്, പഠിച്ചു വെച്ചോളൂ കേട്ടോ. സെക്കൻഡ് കൺസെപ്റ്റ് പറയുന്നത് മണി മെഷർമെന്റ് കൺസെപ്റ്റ് ആണ്. അതിനകത്ത് തന്നെ അതിന്റെ കാര്യം പറയുന്നുണ്ട്, മണി മെഷർമെന്റ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ the all transactions which are monetary terms are considered. അതായത് മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ.
According to this concept, only those transactions which can be measured in terms of money are to be recorded. Transactions which are not in monetary terms will not be recorded. For example, quality of the product, working conditions are not recorded in the books of accounts. അതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻസിന്റെ ബേസിസിലല്ലേ പ്രിപ്പയർ ചെയ്യുന്നത്. ബിസിനസ്സിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, പർച്ചേസ് ചെയ്തു, സെയിൽസ് ചെയ്തു എന്നൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റണം. ഇത്ര രൂപക്ക് പർച്ചേസ് ചെയ്തു, ഇത്ര രൂപക്ക് സെയിൽ നടത്തി, ഇത്ര രൂപ സൺട്രി ഡെപ്റ്റർക്ക് കൊടുക്കാനുണ്ട്, ഇത്ര സൺട്രി ഡെപ്റ്റർ ബിസിനസ്സിന് തരാനുണ്ട്, ഇത്ര രൂപ ക്രെഡിറ്റർക്ക് കൊടുക്കാനുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് മോണിറ്ററി ടേംസിലെ, മോണിറ്ററി എന്ന് പറഞ്ഞാൽ മണി അല്ലെ, ക്യാഷ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ്, അതായത് those transactions which cannot be measured in terms of money cannot be recorded in the books. മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റാത്ത ട്രാൻസാക്ഷൻസിന് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ല, ചെയ്യുന്നുമില്ല. അങ്ങനെയുള്ളതിന് എക്സാമ്പിൾ ആണ് ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. അതൊരു ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. സോ അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് ദ ബിസിനസ്സിലെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, അത് ഒരു മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്നില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് സെക്കൻഡ് കൺസെപ്റ്റ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. business entity concept ആണ്, which means business is treated separate from its owner, so capital is treated as the liability and all activities of the business cannot be considered as the activities of the ബിസിനസ്മാന്റെ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസിന്റെ ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ദെൻ മണി മെഷർമെന്റ് കൺസെപ്റ്റിൽ പറയുന്നത് only those transactions which can be measured in terms of money are recorded in the books of accounts, otherwise it is not recorded. For example, quality of the product. Then third പറയുന്നത് going concern concept ആണ്. going എന്ന് പറയുന്നതാണ് പോയിക്കൊണ്ടിരിക്കുക അല്ലെ. So according to this concept, every business will continue for an indefinite period of time, for these fixed assets are recorded at their original cost less depreciation. എന്താണ് പറഞ്ഞത്, going concern concept പ്രകാരം ബിസിനസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് which exist for a long period, അതായത് ഒരുപാട് വർഷം ഈ ഒരു ബിസിനസ് നിലനിൽക്കും എന്നുള്ള ഒരു അസംഷനോട് കൂടിയിട്ടാണ് ബുക്സുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴും ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു പെർട്ടിക്കുലർ ബിസിനസ് ഒരുപാട് കാലം എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റ്, എന്നുള്ളൊരു അസംഷനിലാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. അല്ലാണ്ട് ഈ ഒരു ബിസിനസ് ഇന്ന് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ നാളെ പൊട്ടിപ്പോവും, അല്ലെങ്കിൽ നാളെ തന്നെ നിർത്തും എന്നുള്ള ഒരു അസംഷനോട് കൂടിയിട്ടല്ല നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. പകരം ഒരുപാട് കാലം ഈ ഒരു ബിസിനസ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് അതിന്റെ ഒറിജിനൽ കോസ്റ്റിൽ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു കോസ്റ്റിൽ മൈനസ് ഡിപ്രിസിയേഷൻ കാണിച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒരു വർഷം വാങ്ങിയ ഫിക്സ്ഡ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഒറിജിനൽ കോസ്റ്റിലാണ് കാണിക്കുന്നത്. 5 lakhന് വാങ്ങിക്കഴിഞ്ഞാൽ ആ 5 lakh ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക അസറ്റ് ആയിട്ട്. നെക്സ്റ്റ് ഇയറിൽ പോകുമ്പോഴത്തേക്കും അതിന് നമ്മളൊരു ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും അല്ലെ. നെക്സ്റ്റ് ഇയറിൽ പോകുമ്പോൾ ആ ഒരു ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ അതിന്റെ അസറ്റ് ആയിട്ട് കാണിക്കുന്നുള്ളൂ. സോ അതുതന്നെയാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, every business will continue for an indefinite period of time, that means which exists for a long period of time. Then നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്. ആൻഡ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് പ്രകാരം the financial statements are prepared for a certain period, ഒരു പെർട്ടിക്കുലർ പീരിയഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് അക്കൗണ്ടിങ് പീരിയഡ് is a period of time that covers certain accounting functions. It can be a year or a week, a month, for which accounts are prepared. It normally 12 months, say 1st April 2021 to 31st March 2022. This time interval is called accounting period. Accounting period എന്ന് പറയുന്നത് the time interval in which the accounts are prepared. അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പീരിയഡ് ആണ് അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ
പർട്ടിക്കുലർ പീരിയഡിലേക്കുള്ള അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അത് മേ ബി ഒരു ഇയർ ആവാം, അല്ലെങ്കിൽ ഒരു വീക്ക് ആവാം, അല്ലെങ്കിൽ ഒരു മന്ത് ആവാം, എത്രയാവാം പീരീഡ്. ആ ഒരു പീരീഡിലെ എത്ര പീരീഡിലേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. സാധാരണ ഒരു ഇയറിലേക്ക് അല്ലെങ്കിൽ അതായത് 12 മന്ത്സിന്റെ അക്കൗണ്ട്സുകളാണ് പ്രിപ്പയർ ചെയ്യാറ്. അത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 1st ഏപ്രിലിലും എൻഡ് ചെയ്യുന്നത് 31st മാർച്ചിലുമാണ്. നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് കൺസെപ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് all transactions are recorded in the books of accounts at their actual price. If the business purchase a machinery for rupees 1 lakh, even if the market price is increased to rupees 1,10,000, thus it would be recorded in the books at 1 lakh. That means കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എന്തും റെക്കോർഡ് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് അതിന്റെ ആക്ച്വൽ പ്രൈസിലാണ്, അതിന്റെ ആക്ച്വൽ കോസ്റ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുന്നത്, കമ്പനി ഒരു മെഷീനറി, ദാറ്റ് മീൻസ് ഒരു ഫിക്സ്ഡ് അസറ്റ് ആണല്ലേ മെഷീനറി, ഒരു അസറ്റ് മെഷീനറി പർച്ചേസ് ചെയ്യാണ്. അത് പർച്ചേസ് ചെയ്യുന്നത് 1 lakhനാണ്. ഓക്കെ, 1 lakhനാണ് പർച്ചേസ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസ് എത്രയാണ്? 1 lakh ആണ്. അതായത് അതിന്റെ ആക്ച്വൽ പ്രൈസ് 1 lakh. Then even if the market price is increased to rupees 1,10,000, പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മെഷീനറിന്റെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്തു. മേ ബി മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യും, ചിലപ്പോൾ മാർക്കറ്റ് പ്രൈസ് കുറച്ചു കഴിഞ്ഞാൽ കുറയും അല്ലെ. നമ്മളിപ്പോൾ ഒരു മൊബൈൽ വാങ്ങാൻ പോകുമ്പോൾ ഇന്ന് വാങ്ങുന്ന പ്രൈസ് ആവില്ല, ഒരു 2 months കഴിഞ്ഞാൽ ഉണ്ടാവുക. സോ ഇവിടെ പറയുന്നത് ആ ഒരു മെഷീനറിന്റെ മാർക്കറ്റ് പ്രൈസ് 10,000 ഇൻക്രീസ് ചെയ്തു. ഇപ്പൊ അതിന്റെ മാർക്കറ്റ് പ്രൈസ് 1,10,000 ആണ്. പക്ഷേ നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മെഷീനറി ഫിക്സ്ഡ് അസറ്റിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന് എത്രയായിട്ട് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ? 1 lakh. അതായത് എത്ര രൂപക്കാണ് നമ്മളത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, അതാണ് അതിന്റെ ആക്ച്വൽ പ്രൈസ്. അപ്പൊ ആ ഒരു പ്രൈസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക, അല്ലാണ്ട് അതിന്റെ മാർക്കറ്റ് പ്രൈസ് അല്ല കൺസിഡർ ചെയ്യുന്നത്. അതാണ് കോസ്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത്. എവറിത്തിങ് ഈസ് റെക്കോർഡഡ് അറ്റ് ദ ആക്ച്വൽ പ്രൈസ് ഈവൻ ഇഫ് ദ മാർക്കറ്റ് price is increased or decreased, which is not considered. Only the actual price is recorded in the books of accounts. Next വരുന്നത് dual aspect concept ആണ്. dual എന്ന് പറയുന്നത് എന്താണ്? 2 ആണ് അല്ലേ. According to this concept, every transaction has 2 aspects. These 2 aspects are receiving aspect and giving aspect. നമ്മൾ already പഠിച്ചിട്ടുള്ളതാണ് double entry books of accounts എന്താണെന്ന് നോക്കി അല്ലേ. dual aspect എന്ന് പറഞ്ഞാൽ എന്താണ്? every transaction has 2 aspect. അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് റിസീവിംഗ് ആസ്പെക്ട് ആണ്, 2 ഗിവിംഗ് ആസ്പെക്ട് ആണ്. ഒന്ന് ഡെബിറ്റ് ആസ്പെക്ട്, 2 ക്രെഡിറ്റ് ആസ്പെക്ട്. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നെക്സ്റ്റ് വരുന്നത് റിയലൈസേഷൻ കൺസെപ്റ്റ് ആണ്. According to this concept, revenue is recognized when a sale is made or service is rendered to customer. Whether it is a cash sale or credit sale or an installment sale, it is called revenue recognition concept, which means realization concept അല്ലെങ്കിൽ revenue recognition concept എന്ന് പറഞ്ഞാൽ റിയലൈസ് ചെയ്യാം. അതായത് മണീനൊക്കെ നമുക്ക് ഇപ്പൊ നമുക്കൊരു സെയില് സംഭവിച്ചു എന്ന് വിചാരിക്കാം. അത് മേ ബി ക്രെഡിറ്റ് സെയിൽ ആവാം, അല്ലെങ്കിൽ എന്താ പറയാ ക്യാഷ് സെയിൽ ആവാം. ഇത് ക്രെഡിറ്റ് സെയിൽ ആണെന്നുണ്ടെങ്കിലും ക്യാഷ് സെയിൽ ആണെന്നുണ്ടെങ്കിലും ഇനി ഇൻസ്റ്റാൾമെന്റ് സെയിൽ ആണെന്നുണ്ടെങ്കിലും അതിന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? റവന്യൂ റെക്കഗ്നൈസ്ഡ് ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പൊ സെയിൽ ക്രെഡിറ്റിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ആർക്കാണോ ക്രെഡിറ്റിന് സെയിൽ ചെയ്ത് അയാളുടെ പേര് അക്കൗണ്ട് അപ് ടു സെയിൽസ് എന്നാണ്. അപ്പോൾ revenue is recognized when a sale is made or service is rendered to customer, whether it is a cash sale or a credit sale. അതാണ് ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് മാച്ചിങ് കൺസെപ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, കോസ്റ്റ് ഓർ എക്സ്പെൻസ് ഓഫ് എ ബിസിനസ് ഓഫ് എ പെർട്ടിക്കുലർ പീരിയഡ് ആർ മാച്ച്ഡ് ഓർ കമ്പയർഡ് വിത്ത് ദ റവന്യൂ ഓഫ് ദാറ്റ് പീരിയഡ് ഇൻ ഓർഡർ ടു അസർട്ടൈൻ ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. If revenue is more than the cost, it is net profit, and cost is more than the profit, it is net loss. മാച്ചിങ് കൺസെപ്റ്റ്, അതായത് രണ്ടിനെയും തമ്മിൽ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യിപ്പിക്കണം. നമുക്കറിയാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെൻസുകൾ, കോസ്റ്റുകൾ എഴുതും അല്ലെ. സാലറി പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതും. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? റവന്യൂ, അതായത് ഇൻകംസ് എഴുതും. നമുക്ക് ഇങ്ങോട്ട് ബിസിനസ്സിൽ കിട്ടിയിട്ടുള്ള ക്യാഷ്. ഇതിനെ രണ്ടിനും എന്ത് ചെയ്യും? മാച്ച് ചെയ്യിപ്പിക്കും. ഏതാണോ കൂടുതൽ, അതായത് റവന്യൂ ആണ് കൂടുതലെങ്കിൽ നെറ്റ് പ്രോഫിറ്റും, എക്സ്പെൻസ് ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ നെറ്റ് ലോസും. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റിനെ
എക്സ്പെൻസിനെയും എക്സ്പെൻസിനെയും അതുപോലെ റവന്യൂനെയും മാച്ച് ചെയ്യിപ്പിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് അക്രൂവൽ കൺസെപ്റ്റ്. The total income earned and the total expense incurred during the current period are taken into account irrespective of whether the incomes are received or expense are paid. ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത് അക്രൂവൽ കൺസെപ്റ്റ് ആണ്. ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ കിട്ടിയിട്ടുള്ള ടോട്ടൽ ഇൻകം ടോട്ടൽ എക്സ്പെൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. നമുക്കറിയാം, നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പഠിച്ചിട്ടുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം പഠിച്ചിട്ടുണ്ട്, പ്രീപെയ്ഡ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അക്രൂവൽ കൺസെപ്റ്റിൽ പറയുന്നത് ഏതൊരു പീരിയഡിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതുമായിട്ട് ആ ഒരു പീരിയഡിൽ റിലേറ്റ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസിനെയും എല്ലാ ഇൻകംസിനെയും എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഇപ്പൊ എക്സ്പെൻസ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പേ ചെയ്തിട്ട് ഉണ്ടാവില്ല ഈ ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ, പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ പേ ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പേ ചെയ്യാത്ത എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പേ ചെയ്തതായിട്ട് കാണിക്കുന്നത്. എവിടെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നീട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ കാണിക്കും അല്ലെ. സോ അതാണ് അക്രൂവൽ കൺസെപ്റ്റിൽ പറയുന്നത്. ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ റിലേറ്റ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസുകളും എല്ലാ ഇൻകംസും എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. വെദർ ഇറ്റ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്, ചിലപ്പോൾ പേ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻകംസ് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അത് ആ ഒരു പെർട്ടിക്കുലർ പീരിയഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ഈച്ച് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഷുഡ് ബി recorded in the books of accounts with proper evidence like vouchers and invoice. Objectivity concept എന്ന് പറയുന്നത് every transaction should have evidence like vouchers and invoice. ഏതൊരു ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിലും അത് റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ടിംഗ് വോച്ചേഴ്സ്, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടാവണം. ഇപ്പൊ നമ്മളൊരു പർച്ചേസ് നടത്തി അല്ലെങ്കിൽ ഒരു സെയിൽസ് നടത്തി എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വോച്ചേഴ്സും ഇൻവോയ്സുകളും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ റെക്കോർഡ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സോ every transaction should have supporting documents like vouchers, invoice, etc. Then next വരുന്നത് accounting conventions അല്ലെങ്കിൽ doctrine of accounts എന്ന് പറയുന്നതിന്. accounting conventions എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി ആണ്. കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് this convention states that accounting methods or principles followed should be remain the same from one year to another. It should not be changed frequently. For example, the method used for calculating depreciation should not be changed from year to year. That makes comparison more difficult. Consistency എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരത. അതുതന്നെയാണ് പറയുന്നത്. കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് പ്രിൻസിപ്പിൾസുകളും ഡിഫറെന്റ് മെത്തേഡ്സുകളും ഡിഫറെന്റ് ടെക്നിക്സുകൾ ഉണ്ടായിരിക്കും. It should be consistent from year to year. It should be same from one year to another. ഈ ഒരു ഇയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ്സുകൾ എന്താണ്, അല്ലെങ്കിൽ മെത്തേഡ്സ് എന്താണ്, ടെക്നിക്സ് എന്താണ്, ഇതന്നെ ആവണം എന്ത് ചെയ്യേണ്ടത്, അടുത്ത വർഷം യൂസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പാരിസൺസ് പോസിബിൾ ആവില്ല. ഈ ഒരു വർഷം നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സും ടെക്നിക്സും അല്ല അടുത്ത വർഷം യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിലൊക്കെ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. ടെക്നിക്സ് മാറുമ്പോൾ അതിനനുസരിച്ചുള്ള ഡിഫറൻസ് നമ്മുടെ പ്രോഫിറ്റിൽ കാണിക്കും. അപ്പൊ ഈ ഒരു ഇയർ ടു ഇയർ തമ്മിലുള്ള കമ്പാരിസൺ ഒന്നും എന്താവില്ല, പോസിബിൾ ആവില്ല, അല്ലെങ്കിൽ റിലയബിലിറ്റി ഉണ്ടാവില്ല. സോ ടെക്നിക്സ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഫ്രം ഇയർ ടു ഇയർ അതെന്താവണം, കൺസിസ്റ്റന്റ് ആവണം. ഈ ഒരു വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താണോ അതന്നെ ആവണം നെക്സ്റ്റ് വർഷം യൂസ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നും കമ്പാരിസൺ ഉണ്ടാവില്ല, പോസിബിൾ ആവില്ല, അല്ലെങ്കിൽ അത് മീനിങ് ആവില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം ആണ്, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഡോക്ട്രിൻ ഓഫ് പ്രൂഡൻസ് എന്ന്. കൺസർവേറ്റിസത്തിൽ പറയുന്നത് the accountant should not anticipate the profit but he should anticipate the future losses and we have to make sufficient provisions for all possible losses. Example, provision for bad and doubtful debts. Conservatism എന്ന് പറഞ്ഞാൽ കൺസർവ് ചെയ്യുക. That means അക്കൗണ്ടന്റ് എന്ത് ചെയ്യണം, ഫ്യൂച്ചർ ലോസിനെ ആന്റിസിപ്പേറ്റ് ചെയ്യണം, മുൻകൂട്ടി കാണാൻ കഴിയണം. ഫ്യൂച്ചറിൽ ഇന്ന ലോസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രൊവിഷൻ മാറ്റി വെക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡോട്ട്ഫുൾ ഡെബ്റ്റ്സ് ഒക്കെ, അതായത്
കിട്ടാൻ ചാൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ കിട്ടോ കിട്ടില്ല എന്ന് ഡൗട്ട്സ് ഉള്ള ഡെപ്റ്റ് ഉണ്ടാവും. അതിനെയാണ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇൻ കേസ് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ലോസ് വരാത്ത രീതിയിൽ അതിനെ മാറ്റണം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് പ്രൊവിഷൻ, കുറച്ച് എമൗണ്ട് അതിന് വേണ്ടി മാറ്റിവെക്കുക. അതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്ന് പറയുന്നത്. കമ്പനിക്ക് അതൊരു ലയബിലിറ്റി ആണെങ്കിൽ അതൊരു എന്താണ്, നഷ്ടമാണ് അല്ലെ, എക്സ്പെൻസ് ആണ്. സോ the accountant should anticipate the future losses and have to make sufficient provisions in order to meet the loss. ആ ലോസിനെ മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. ബട്ട് he doesn't need to anticipate the future profit. ഫ്യൂച്ചർ പ്രോഫിറ്റ് എന്ത് ചെയ്യണ്ട, ആന്റിസിപ്പേറ്റ് ചെയ്യണ്ട. നെക്സ്റ്റ് വരുന്നത് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി ആണ്. Only material or important facts about the business should be disclosed through the financial statements. Less important factors can be ignored or recorded as footnotes. Materiality, അതായത് മെറ്റീരിയൽ ഫാക്ട്സുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. Only important factors should be recorded in the books of accounts or financial statements. Less important ആയിട്ടുള്ള, less material ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഇഗ്നോർ ചെയ്യാം, ഒഴിവാക്കാം. അതല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഷോൺ ആസ് ഫുട് നോട്ട്സ്. ഫുട് നോട്ട്സ് ആയിട്ട് നമ്മൾ താഴെ കാണിക്കില്ലേ, അങ്ങനെ കാണിക്കാം. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, ട്രാൻസാക്ഷൻസിനെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് വരുന്നത് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ ആണ്. ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താ, മുഴുവനായിട്ട് തുറന്നു പറയുക എന്ന് പറയില്ലേ, അതാണ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്. ഓൾ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, the accounting statements and record. The accounting statements and records should be honest and informative. That means financial statements ൽ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്യണം. നേരത്തെ പറഞ്ഞു നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നത് അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഫുൾ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, അത് ഹോണസ്റ്റ് ആയിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടും ഡിസ്ക്ലോസ് ചെയ്യാം. Then last വരുന്നത് മോഡിഫൈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ തന്നെ കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് വന്നിട്ടുള്ള ന്യൂ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണത്. Certain accounting principles are modified by the accountants according to the situation of the business. Certain modified accounting principles are industry practice, substance over form, timelines principles, cost benefit principles. According to the situation, according to the changing situation, the certain principles are modified by the accountants. So അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഈ പറഞ്ഞ ഇൻഡസ്ട്രി പ്രാക്ടീസ്, സബ്സ്റ്റൻസ് ഓവർ ഫോം, ടൈം ലൈൻസ് പ്രിൻസിപ്പിൾസ്, കോസ്റ്റ് ബെനിഫിറ്റ് പ്രിൻസിപ്പിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതിനകത്ത് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്, കുറച്ച് ലെങ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺവെൻഷനോ കൺസെപ്റ്റോ നിങ്ങളോട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതൊരു എസ്സേ ആയിട്ട് തന്നെ ചോദിച്ചേക്കാം. സോ അതെന്തായാലും പഠിച്ചു വെക്കണം. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു അക്കൗണ്ടിങ്ങിന്റെ ബേസിസ് കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.